ഇന്നത്തെ എൻ്റെ കോഴികളെ തീറ്റയൊക്കെ ഇപ്പോൾ ഇതാണ് വേവിച്ചെടുത്താൽ കോഴികൾക്ക് നല്ല ഉഷാറാണ്. അവർക്ക് തിന്നാനും ഇഷ്ടമുള്ളതാണ്. പിന്നെ അവർക്ക് കൊടുത്താലും തന്നെ അവർക്ക് ആരോഗ്യത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളടുത്ത് ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഈ ചക്കയുടെയൊക്കെ കാലമല്ലേ. അപ്പോൾ നമ്മൾ ചക്കയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഒരു കുരുവൊന്നും ഒഴിവാക്കാതെ നമുക്ക് കോഴികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കണതിൻ്റെയൊക്കെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി. ഇത് കുക്കറിൽ നമ്മൾ 2-3 വിസിലാണ് അടിച്ചാൽ ഇതുപോലെ നന്നായിട്ട് വെന്ത് കിട്ടും. അതിൻ്റെ ശേഷം തൊലിയൊന്നും കളയണമെന്നൊന്നുമില്ല. കളയാൻ ഒഴിവുണ്ടെങ്കിൽ കളഞ്ഞെടുക്കുക, അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മതി. അതിൻ്റെ ശേഷം ഇതുപോലെ നമ്മൾ ആ കൊടുക്കണ തീറ്റയിൽ ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പകുതി തീറ്റ മതി. നമ്മളെന്താ കൊടുക്കണമെങ്കിൽ അതിൽ കൂടെ ഇട്ടിട്ട് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുമ്പോൾ പിന്നെ നമ്മൾ ആ കൊടുക്കണ ചക്കക്കുരു ഒന്നും ഒട്ടും വേസ്റ്റാക്കി കളയുമില്ല. നമ്മൾ എന്ത് തീറ്റ കൊടുക്കണമെങ്കിൽ അതിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമുക്ക് എന്തൊക്കെയാണ് സീസണിലനുസരിച്ച് കിട്ടണം ആ സാധനങ്ങളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റ ചിലവും കുറച്ച് കൊണ്ടുവരും ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കോഴികളൊക്കെ വിടുന്നതിന് മുൻപ് തന്നെ കോഴിക്കൂടിൻ്റെ ഒക്കെ പുറത്തൊക്കെ 4 പുറമൊക്കെ അടിച്ചു വരി വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് കോഴിക്കൂടൊക്കെ വിടുന്നത് തന്നെ. പിന്നെ നമുക്കിവിടെ ഇതിൻ്റെ ചുവട്ടിൽ തന്നെ മാവുള്ളതുകൊണ്ട് ആ മാവുമ്പോൾ നിറയെ മാങ്ങകൾ കൊത്തിയിട്ടൊക്കെ ചാടിക്കണോണ്ട് ആദ്യം അതൊക്കെ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് കോഴിക്കൂട് തന്നെ തുറക്കണുള്ളൂ. അതല്ലെങ്കിൽ അവർ പിന്നെ വിട്ടേക്കിന് തന്നെ കൊത്തിയ മാങ്ങകളൊക്കെ കൊത്തി കഴിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അതൊക്കെ എടുത്തിട്ട് ശേഷം ഇടയ്ക്കൊക്കെ ഓരോന്ന് കുമ്മായൊക്കെ 4 പുറക്കൊന്ന് വിതറി കൊടുക്കും. അതല്ലെങ്കിൽ വല്ലാതെ ചെറിയ ഈച്ചകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈച്ചയും കൊതുകൊക്കെ ആകുമ്പോഴാണ് കോഴികൾക്കൊക്കെ പല അസുഖങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരാൾക്കുണ്ടെങ്കിൽ തന്നെ അടുത്ത ആൾക്കൊക്കെ അങ്ങനെ പകർത്തിയും കൊണ്ടൊക്കെ ഇരിക്കുക. അപ്പോൾ ഇത് മാവിൻ്റെ ചോട്ടിൽ തന്നെ ആവുകൊണ്ട് ആദ്യം തന്നെ ഒക്കെ നന്നായി വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് കോഴിക്കൂട് തന്നെ തുറക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുത്താൽ പിന്നെ അവരതിൽ ഒട്ടും വേസ്റ്റ് ഇല്ലാതെ ഒക്കെ കഴിച്ച് വൃത്തിയാക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ തുറക്കുമ്പോഴോ അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമോ എപ്പോഴാണ് പിന്നെ രണ്ടാമത് പിന്നെ തീറ്റ കൊടുക്കണേ ആ സമയത്ത് കൊടുത്താലും മതി, രാവിലെ ഒഴിവില്ലെങ്കിൽ. അപ്പോൾ രാവിലെ നമ്മൾ അധികം പുതിയ ചോറൊക്കെ ഉണ്ടാക്കിയിട്ട് കൊടുക്കണ ദിവസമാണ് രാവിലെ തന്നെ കൊടുക്കുക. അതല്ലെങ്കിൽ അരിയും ഗോതമ്പൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചോറ് തലേന്നത്തെ ചോറൊക്കെ ആണെങ്കിൽ അതൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ള കൊടുക്കണ നേരത്തെ കൊടുക്കുകയുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പുതിയതായിട്ട് വെച്ച ചോറും അതിലൂടെ ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മളിത് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കണതിൻ്റെ ഇതിപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ബിന്നാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടാൽ മതി. അപ്പോൾ അത് നമ്മൾ വേസ്റ്റൊക്കെ ഇതുപോലെ നിറഞ്ഞു കഴിഞ്ഞാൽ താഴത്തോട്ട് മാറ്റി വെക്കും. എന്നിട്ട് അടുത്തത് പിന്നെ അടുത്തതിൽ നിറക്കുക. ആ രീതിയിലാണ് നമ്മളിതിൽ നിറച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ നന്നായിട്ട് നമുക്ക് പുഴുവായി കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ പഞ്ചായത്തൊക്കെ ആയിട്ടൊന്ന് നമ്മളതിനെ പറ്റിയിട്ടൊക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്താലൊക്കെ ഇതുപോലുള്ള ബിന്നൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്തൊക്കെയാണെങ്കിൽ കിട്ടും. അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ട് കോഴികൾക്ക് നല്ല രീതിയിൽ തന്നെ നന്നായിട്ട് പുഴുവൊക്കെ ഉണ്ടാക്കി എടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ പുഴുവൊന്നും വേണ്ടാത്തവർക്കിങ്ങനെ അടച്ചു വെച്ചാൽ കുറേ ദിവസം കഴിയുമ്പോഴത്തേന് കമ്പോസ്റ്റ് ആയിട്ട് തന്നെ മാറും. ഇതിപ്പോൾ നമുക്ക് പുഴുവൊക്കെ ആവശ്യമുള്ളതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമ്മൾ പുഴുവിനൊക്കെ ഒരു നെറ്റിലേക്ക് ഇട്ടിട്ട് അടിയിൽ പുഴുവിന് മാറ്റിയിട്ട് ശേഷം പിന്നെ ആ കമ്പോസ്റ്റ് ഇതിൽ തന്നെ ഇട്ടിട്ട് അങ്ങനെ പിന്നെ ലാസ്റ്റ് കമ്പോസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമുക്കിതുപോലെ ഇപ്പോൾ 2-3 കോഴിക്കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെ കുരുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിനെ ഡോക്ടറൊക്കെ കാണിച്ച് അതുപോലെ നമ്മളെ രീതിയിൽ മരുന്നൊക്കെ അങ്ങനെയൊക്കെ പിന്നെ തേച്ച് കൊടുത്തിട്ടൊക്കെ ഇപ്പോൾ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആരോ ചോദിച്ചു നിങ്ങൾക്ക് കുരുപ്പുണ്ടായിരുന്നോ കോഴികൾക്ക് എന്നൊക്കെ. നമുക്കുണ്ട് ഇവിടെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്കാണ് വന്നത്. വലിയ കോഴിക്ക് ഇപ്പോൾ ഇതിനാണ് വന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഇതിന് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾ 2-3 എണ്ണമൊക്കെ നമ്മളെ അടുത്തുനിന്ന് പോയി. മറ്റുകളൊക്കെ മാറിക്കിട്ടിയത് കുറച്ച് കുഞ്ഞുങ്ങൾ ചത്തുപോയി. അത് എന്താ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ നമ്മൾ വായിച്ച ചിലതൊക്കെ അങ്ങനെ തീരെ അതിനവൾക്ക് താങ്ങി നിർത്താൻ പറ്റില്ല. നമ്മൾ ഡോക്ടറൊക്കെ കാണിച്ചും മരുന്നൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ ഇത് ഉഷാറായിട്ട് കിട്ടി. ഇതിന് കുഴപ്പമൊന്നുമില്ലാത്തന്നെ ഇപ്പോൾ ഇതിനും വന്നു. അപ്പോൾ നമ്മൾ ഡോക്ടറെ കാണിച്ചപ്പോൾ കിട്ടിയ മരുന്നാണ് ഇപ്പോൾ ഇത് തേച്ച് കൊടുക്കാനും അതുപോലെ ഉള്ളിലോട്ട് മരുന്നും അതും എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ വേഗം ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് കുറേ കോഴികളൊക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ള കോഴികൾക്കൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മുന്നേ വേഗം നല്ലത് അതുപോലെയൊക്കെ കാണിക്കണതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് മരുന്ന് കണ്ണിന് കേടുണ്ടെങ്കിൽ കണ്ണിലും ഇതുപോലെ തുള്ളി മരുന്നൊക്കെ ഇതിപ്പോൾ നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെയൊക്കെ ഒറ്റിച്ച് കൊടുക്കുകയും ചെയ്താൽ പെട്ടെന്ന് മാറിക്കിട്ടും. അതെല്ലാം കാണുമ്പോഴേ കൊണ്ടുപോകും വേണം, അല്ലെങ്കിൽ നമ്മൾ കോഴികളൊക്കെ ഒന്നിച്ചൊക്കെ പോകും. ഇപ്പോൾ ഇവിടെ വലിയ കുഴപ്പമുണ്ടായില്ല, കുറച്ച് കുഞ്ഞുങ്ങൾ പോയി, പിന്നെ അതില്ല. അപ്പോൾ അതേപോലെ നമുക്കിപ്പോൾ ഡോക്ടറെ അടുത്ത് നിന്ന് കൊണ്ടുപോകാൻ പറ്റാത്തവർക്കാണെങ്കിൽ ഇതുപോലെ നമുക്ക് ഇത് ബോറിക് ആസിഡ് പൗഡർ ഇങ്ങനെ വാങ്ങാൻ കിട്ടും. മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചാൽ മതി. അതിലോട്ട് നമുക്ക് നമ്മളായ രീതിയിൽ അതും കൂടി ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ഇതിൽ കൂട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്നും കൂടി വേഗത്തിൽ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് അതിൽ കൂടെ തന്നെ കുറച്ച് ആര്യവേപ്പിൻ്റെ ഇല അതുപോലെ പച്ചമഞ്ഞളും ചെറിയ ഉള്ളിയും
ചേർത്തിട്ട് അതിൻ്റെ നീര് എടുത്തിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ രീതിയിൽ അങ്ങനെ നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ ഒന്നും കൂടിയും ഉണങ്ങലൊന്ന് വേഗത്തിലായി കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് വെറും ബോറിക് പൗഡറും അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ രീതിയിൽ അങ്ങനെയും തേച്ച് കൊടുക്കുക. കുറച്ച് പച്ചമഞ്ഞൾ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. അതല്ലെങ്കിൽ നല്ല നമ്മൾ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടിയാണെങ്കിൽ അതും കൂടി അതിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചേർത്തിട്ട് അതുപോലെയും കൊടുക്കുക, തേച്ച് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൈമേൽ ഗ്ലൗസൊക്കെ ഉണ്ട് നല്ലത് തന്നെയാണ്. ഞാൻ ഗ്ലൗസ് ഇടാനൊക്കെ മറന്നു പോയതാണ്. പിന്നെ നമ്മൾ ബ്രഷ് കൊണ്ടൊന്നും തേച്ചാലൊന്നും റെഡിക്കായി കിട്ടില്ല. അങ്ങനെ കൈ കൊണ്ട് തന്നെ തേക്കുമ്പോഴാണ് അവർക്ക് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുരുപ്പൊക്കെ കണ്ടാൽ നമുക്ക് വേഗം ഡോക്ടറെ കാണാനൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ വേഗം കാണിച്ചു കൊടുത്താൽ അവർ ഉള്ളിലേക്ക് ഒരു മരുന്നും തരുന്നുണ്ട്, പുറത്ത് തേക്കാനുള്ള മരുന്ന് അങ്ങനെയും തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് വേഗം ഇതുപോലെ ഈ രീതിയിലൊക്കെ പിന്നെ ഇങ്ങനത്തെ പച്ചമഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും ചെറിയ ഉള്ളിയും കൂടി അരച്ചിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കുക. അതേ രീതിയിൽ തന്നെ നമുക്ക് ഉള്ളിലോട്ടും കൊടുക്കാം. പിന്നെ തുളസിയിലും കഞ്ഞിക്കൂർക്കയിൽ പച്ചമഞ്ഞളും ആര്യവേപ്പിൻ്റെ ഇലയും കൂടി ചതച്ചിട്ട് ആ നീരെടുത്തിട്ട് ഉള്ളിലേക്കും കൊടുക്കുക. അപ്പോൾ നമ്മൾ തുടക്കത്തിലേ അങ്ങനെ ചെയ്താൽ നമുക്ക് എല്ലാ കോഴികൾക്കൊന്നും വരാതെ വേഗം നമുക്കതിനെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അതല്ലാതെ ഇങ്ങനെ ഒന്നിനെ കാണുമ്പോൾ തന്നെ വേഗം അതിനെ മാറ്റി നിർത്തും വേണം. അല്ലെങ്കിൽ നമുക്ക് എല്ലാ കോഴികൾക്കൊക്കെ വന്നാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകും. അപ്പോൾ ഇവിടെ തന്നെ 2-3 ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഇതുപോലെ ചത്തു പോവുകയും ചെയ്തു. ബാക്കി കോഴികൾക്കൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഉഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട്. അതിപ്പോൾ ഞാൻ കുരുപ്പിൻ്റെ കാര്യം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുരുപ്പിൻ്റെയൊക്കെ പറ്റിയിട്ടൊക്കെ ഓരോരുത്തർ 1-2 ആളൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു എന്തൊക്കെ നിങ്ങൾ ചെയ്യലെന്നൊക്കെ. നമ്മളിതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യൽ. അത് കുരുപ്പ് അധികം മാറി കിട്ടും. എന്നാലും നമ്മൾ ചിലപ്പോൾ അങ്ങനെ കുറച്ച് കോഴികളൊക്കെ ചില കുഞ്ഞുങ്ങളൊക്കെ വേഗം ചത്തു പോവലും ഉണ്ട്. അത് നമുക്കിങ്ങനെ വേഗമൊക്കെ ചെയ്ത് കൊടുത്താൽ ചില ആരോഗ്യക്കുറവുള്ള കോഴികൾക്കൊക്കെയാണ് വല്ലാതെ ബാധിക്കുക. അല്ലാത്തവരൊക്കെ ഉഷാറായിട്ട് തന്നെ കിട്ടും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കോഴികളൊക്കെ നമുക്ക് കുരുപ്പ് വന്നു എന്ന് കരുതിയിട്ട് എല്ലാ കോഴിയും കൂടിയും ചത്തു പോകുമൊന്നുമില്ല. കാരണം അതങ്ങനെ വലിയൊരു കുഴപ്പമുള്ളതൊന്നുമല്ല. പിന്നെ നമ്മൾ തുടക്കത്തിലേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഉഷാറായിട്ട് തന്നെ കിട്ടും ചെയ്യും. അപ്പോൾ എത്രയൊക്കെ തന്നെ എൻ്റെ വീഡിയോ ഒക്കെ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.